ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് തിങ്കളാഴ്ച മോഡൽ എക്സാം ആണ്. ഈ വരുന്ന തിങ്കളാഴ്ച എന്ന് വെച്ചാൽ 17-ാം തീയതി. സോ അപ്പോൾ മോഡൽ എക്സാമിന് നമുക്ക് പ്രിപ്പയർ ചെയ്യണോ അതോ നമ്മൾ ഫൈനൽ എക്സാമിന് വേണ്ടി കാത്തിരിക്കണോ? മോഡൽ എക്സാമിന് മാർക്ക് വാങ്ങിച്ചാലേ ഫൈനൽ എക്സാം ജയിക്കാൻ സാധിക്കുമോ? ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിൽ കുറേ കമൻറ്റുകൾ വന്നായിരുന്നു. ചേട്ടാ, പഠിക്കുന്നത് എങ്ങനെ, പഠിക്കുവാൻ ഈസി ആയിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ടോ? സോ ഇങ്ങനെ കുറേ കമൻറ്റുകളും വന്നായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റഡീനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ കാണുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. അതുപോലെ ഈ വീഡിയോക്ക് ഞാൻ വെറും 500 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. സോ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് രൂപേണ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ എൻ്റെ മൊത്തം വീഡിയോയിലും കമൻറ്റുകൾ വരുന്നത് ഇങ്ങനെയാണ്: ചേട്ടാ, ഞാൻ +2-ലാണ്, ചേട്ടാ ഞാൻ 10-ലാണ്, എനിക്ക് പഠിക്കുവാൻ ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ടിപ്പുകൾ തരാമോ? അല്ലെങ്കിൽ ഞാൻ പഠിക്കുവാനിരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സബ്ജക്റ്റ് പഠിക്കുവാൻ പാടാണ്. സോ ഇങ്ങനെ ഞാൻ കുറേ കമൻസുകൾ, ഈ കമൻറ്റുകളെല്ലാം അതാ, മനസ്സിലായില്ലേ? ഈ കമൻറ്റ് മൊത്തം അതാ. സോ അപ്പോൾ ഇങ്ങനെ കുറേ കമൻറ്റുകൾ വന്നായിരുന്നു. അപ്പോൾ ഈ കമൻറ്റുകൾ കണ്ടിട്ട് ഞാൻ അതിനു വേണ്ടിയുള്ള മാർഗ്ഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പോകുന്നത്. ആദ്യം തന്നെ മോഡൽ എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കണോ വേണ്ടേ? സത്യം പറഞ്ഞാൽ നമ്മൾ മോഡൽ എക്സാമിന് വേണ്ടി പഠിക്കണം. കാരണം നമ്മൾ മോഡൽ എക്സാം ഒരു പ്രാക്ടീസാണ്. അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം? നമ്മൾ ആ എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയിട്ട് നമ്മൾ മോഡൽ എക്സാം എഴുതുക. അതിൽ നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കാനില്ല, ഫൈനൽ എക്സാം നിങ്ങൾ പാസ്സാവും. സോ നിങ്ങൾ മോഡൽ എക്സാമിന് പ്രാധാന്യം കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിൽ ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു. ആ കമൻറ്റ് ഞാൻ വായിക്കാം. ചേട്ടാ, എനിക്ക് ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഭയങ്കര പാടാണ്. സോ അത് പഠിക്കുവാൻ എന്തെങ്കിലും ഈസി ആയിട്ടുള്ള മാർഗ്ഗമുണ്ടോ? അപ്പോൾ ഗൈസ്, നമുക്ക് ഏത് സബ്ജക്റ്റാണോ പഠിക്കുവാൻ പാടുള്ളത് ആ സബ്ജക്റ്റിന് നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്ക് അറിയായിരിക്കുമല്ലോ, എല്ലാവർക്കും അറിയാം ഏത് സബ്ജക്റ്റാണ് പാടെന്ന്. സോ അപ്പോൾ നിങ്ങൾക്ക് പാടായിട്ടുള്ള സബ്ജക്റ്റിനെ, അതിലുള്ള ഏത് പോർഷനാണോ നിങ്ങൾക്ക് പാടായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിലൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ മെയിൻ ഹെഡ്ലൈൻ യൂട്യൂബിൽ അടിച്ച് നോക്കുക. അതിനെ യൂട്യൂബിൽ അടിച്ചതിന് ശേഷം അതിൻ്റെ വീഡിയോ കിട്ടും. ഇപ്പോൾ ബയോളജി ബേസ് ആണെങ്കിൽ നമ്മൾ ബയോളജിയെക്കുറിച്ച് യൂട്യൂബിൽ അടിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം, അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം. സോ ഇങ്ങനത്തെ സിസ്റ്റം ബേസ് നമ്മൾ യൂട്യൂബിലോട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതൊരു അനിമേഷൻ വീഡിയോയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതോ, മലയാളം ക്ലാസ് എടുക്കുന്നതോ, സോ ഇത് നിങ്ങൾ കേൾക്കുക. അല്ലെങ്കിൽ ഇത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ എന്ത് കാര്യമാണോ വിഷ്വൽ ചെയ്ത് പഠിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളോട് പണ്ടുള്ള സിനിമകൾ വരെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ കഥ ഒന്നുപോലും തെറ്റാതെ നമ്മൾ പറയും. അതിൻ്റെ ഒരു ക്ലൈമാക്സോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സീന് പോലോ നമ്മൾ മറന്നു പോകത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മളത് കണ്ണുകൊണ്ട് കാണുകയാണ്, നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണ്. നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പാടായിട്ടുള്ള സബ്ജക്റ്റിനെ നിങ്ങൾ യൂട്യൂബിൽ അടിക്കുക. എന്നിട്ട് അതിൻ്റെ അനിമേഷൻ വീഡിയോ കണ്ട് നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കമൻറ്റാണ്: ഞാൻ നല്ലോണം പഠിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ എനിക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് വേറൊരു കാര്യത്തിലോട്ടോ നിങ്ങൾ ബിസി അല്ല, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലോട്ടോ നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കാതെ നിങ്ങൾ സ്റ്റഡിയിൽ ഇൻട്രസ്റ്റ് കൊടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അപ്പോൾ പഠിക്കുവാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുകയാണ് ഈ സ്റ്റഡി ടൈമിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടി നിങ്ങൾ അവിടെ ഇൻട്രസ്റ്റ് കൊടുക്കാതെ മറ്റെന്തോ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്. സോ ഇങ്ങനെ നമ്മൾ വേറൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുവാനായിട്ട് പറ്റത്തില്ല. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ഈ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ടാണ് നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത്. സോ നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് നല്ലൊരു മാർക്ക് വാങ്ങി നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അവർക്ക് വേണ്ടിയായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് പഠിക്കുവാനും വയ്യ, നിങ്ങൾക്ക് ഒന്നും വയ്യാതെ നിങ്ങൾക്ക് ഈ കമന്റിൽ വന്നിട്ട് എനിക്ക് പഠിക്കുവാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് ചേട്ടാ, പക്ഷേ ഇപ്പോൾ പഠിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾ ഇൻട്രസ്റ്റ് പഠനത്തിലോട്ട് കൊണ്ടുവരിക. നിങ്ങൾക്കിപ്പോൾ വേറെ ഒരു ജോലിയും ചെയ്യേണ്ടല്ലോ, നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഈ ഫോൺ നോക്കുക. സോ ഇങ്ങനെയൊക്കെ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി സ്പെൻഡ് ചെയ്യൂ. നിങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ഫാമിലി രക്ഷപ്പെടുകയാണ്. സോ നിങ്ങൾ ഫുൾ കോൺസെൻട്രേഷൻ നിങ്ങൾ സ്റ്റഡിയിലേക്ക് കൊണ്ടുവരും. ഇനി എനിക്ക് തോന്നുന്നു എന്തായാലും അധിക സമയം നമുക്ക് പഠിക്കുവാനായിട്ടില്ല. കാരണം നമുക്ക് എക്സാം വരികയാണ്. മോഡൽ എക്സാം ഈ മൺഡേ നമുക്ക് തുടങ്ങുകയാണ്. സോ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം ടൈം എടുത്ത് പഠിക്കുവാനായിട്ട് സാധിക്കുമോ അത്രത്തോളം ടൈം നിങ്ങൾ സ്റ്റഡിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കമൻ്റാണ്: 4 ഡേയ്സിനുള്ളിൽ മോഡൽ എക്സാം ആണ്, ഒരു ചാപ്റ്റർ പോലും പഠിക്കുവാനായിട്ട് സാധിച്ചില്ല, എനിക്ക് ഫുൾ A+ മോഡൽ എക്സാമിന് കിട്ടുമോ? ഞാൻ ഇതിനൊക്കെ എന്തോ പറയണം? ഇത്രയും സമയം പഠിക്കുവാൻ ഉണ്ടായിരുന്നിട്ട് പഠിക്കുവാൻ സാധിക്കാതെ ഈ ഒരു അവസാന നിമിഷം വന്ന് ചേട്ടാ പഠിക്കുവാൻ എന്തെങ്കിലും ടിപ്പുണ്ടോ, ഇനി 4 ദിവസമേ ഉള്ളൂ, 3 ദിവസമേ ഉള്ളൂ, 2 ദിവസമേ ഉള്ളൂ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കിട്ടുന്ന ടൈം നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി സ്പെൻഡ് ചെയ്തോ? ഇല്ല.
അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുന്നത്. പക്ഷേ ഒരു മോട്ടിവേഷൻ ചാനൽ ആയതുകൊണ്ട് ഞാൻ ഇതിനു വേണ്ടി ടിപ്പ് പറയാം. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും കാണിക്കരുത്. അപ്പോൾ ഈ കമന്റ് ഇട്ട സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, ബ്രോ എന്തായാലും മോഡൽ എക്സാം ബ്രോ നോക്കണ്ട, ഫൈനൽ എക്സാമിന് ഫുൾ A+ മേടിക്കുവാൻ നോക്കുക. കാരണം നമുക്ക് 4 ദിവസം കൊണ്ട് എന്തായാലും ഫുൾ A+ ഒന്നും എല്ലാ സബ്ജക്റ്റിനും മേടിച്ച് തരാൻ എനിക്ക് സാധിക്കത്തില്ല. സോ അതുകൊണ്ട് ബ്രോ ഇനി ചെയ്യേണ്ട കാര്യം, ഒരു സബ്ജക്റ്റിനെ ബ്രോ ഒരു 3 ദിവസം കൊണ്ട് പഠിക്കുവാൻ വേണ്ടി നോക്കുക. അതിൽ ബ്രോ ടൈം ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഒരു സബ്ജക്റ്റിനെ തന്നെ 3 ദിവസം പഠിക്കുവാനായിട്ട് നോക്കുക. അതിൽ ഈക്വൽ ടൈം വെച്ച് ഓരോ പോർഷനെ ഡിവൈഡ് ചെയ്ത് അത് നിങ്ങൾ പഠിച്ചെടുക്കുവാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്കിപ്പോൾ അങ്ങനെ പഠിക്കുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ യൂട്യൂബ് നോക്കി പഠിക്കുക. ഈ യൂട്യൂബ് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ബ്രോയ്ക്ക് ഫുൾ A+ മേടിക്കാവുന്നതേ ഉള്ളൂ. സോ അപ്പോൾ ബ്രോ ചെയ്യേണ്ട കാര്യം എന്താണ്? മോഡൽ എക്സാമിന് ഫുൾ A+ മേടിക്കാൻ നോക്കാതെ ഫൈനൽ എക്സാമിന് ഫുൾ A+ മേടിക്കുവാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കമൻ്റാണ്, അല്ലെങ്കിൽ പോട്ടെ, ഇതുപോലെ കുറേ കമൻറ്റുകൾ എൻ്റെ വീഡിയോയിൽ വന്നായിരുന്നു. സോ ഈ കമൻറ്റുകളെല്ലാം വായിച്ചതിന് ശേഷം ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഇനി എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഫുൾ A+ വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇന്നു മുതൽ നാളത്തേക്ക് മാറ്റാതെ ഇന്നു മുതൽ നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. അതെങ്ങനെ പഠിക്കണം? നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുവാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. ഇത് ഞാൻ വേറെ ഒരു ടിപ്പും നോക്കാതെ എൻ്റേതായ കുറച്ച് ടിപ്സാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങൾ ഈ അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുവാൻ വേണ്ടി നോക്കുക. ഈ അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുക മീൻസ് നമ്മളൊരു 4 മണിക്ക് എഴുന്നേറ്റിട്ട് നമ്മളൊരു 6-7 മണി വരെ ഇരുന്ന് പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ പഠിക്കുന്നതിലൂടെ ഞാൻ കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നത് ഇത്ര ബെനിഫിറ്റ് ആണ്, നമുക്കത് പെട്ടെന്ന് പഠിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ചുറ്റുപാട് മൊത്തം സൈലന്റ് ആയിരിക്കും. സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതെൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി നിങ്ങൾ ഇൻട്രസ്റ്റ് കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മൾ ഈ ടഫായിട്ടുള്ള പോർഷനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂട്യൂബ് നോക്കി പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ മോഡൽ എക്സാം വരാറായി. അപ്പോൾ ഈ എക്സാമിന് നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാം. ഗൈസ്, ആദ്യം തന്നെ നമ്മളൊരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം 7 പേപ്പർ എഴുതുക. 7 പേപ്പർ എന്ന് പറയുന്നത് ഒരു പേപ്പറിൻ്റെ മുൻഭാഗവും അതുപോലെ തന്നെ അതിൻ്റെ പിൻഭാഗവും ഇങ്ങനെ കൂട്ടി 7 പേപ്പർ നിങ്ങൾ എഴുതുവാൻ വേണ്ടി ശ്രമിക്കുക. 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ 7 പേപ്പറെങ്കിലും മിനിമം എഴുതണം. പിന്നെ അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ മാക്സിമം ഒരു 2.5 പേപ്പറെങ്കിലും എഴുതുവാൻ വേണ്ടി നോക്കുക. എന്ന് വെച്ചാൽ 2 പേജെങ്കിലും നിങ്ങൾ എഴുതുവാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പേപ്പറിൻ്റെ ഫ്രണ്ടും ഒരു പേപ്പറിൻ്റെ ബാക്കും, അതുപോലെ തന്നെ അടുത്തൊരു പേപ്പറിൻ്റെ ഫ്രണ്ടും അതുപോലെ അടുത്തൊരു പേപ്പറിൻ്റെ ബാക്കിലും, അങ്ങനെ നിങ്ങൾ ഒരു 2 പേപ്പറെങ്കിലും നിങ്ങൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതുവാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു പേപ്പർ എഴുതുവാൻ വേണ്ടി നോക്കുക. പിന്നെ അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഈച്ച് പാരഗ്രാഫ് ബേസ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു പേപ്പറിൻ്റെ പകുതി. അതിപ്പോൾ ഏത് എക്സാം ആയാലും, ഇപ്പോൾ 10ാം ക്ലാസ് ആയാലും +2 ആയാലും ഡിഗ്രി ലെവലായാലും നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ 7 പേപ്പർ എഴുതുക. അതുപോലെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ 2 പേപ്പർ എഴുതുക. അതുപോലെ തന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ 1 പേപ്പർ എഴുതുക. അതുപോലെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ അര പേപ്പർ എഴുതുക. അതുപോലെ തന്നെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ 1 ലൈൻ എഴുതാവുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ എക്സാം എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എക്സാം എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്പീഡ് വേണം. ഇതിനാണ് നമുക്ക് ഈ സ്കൂളിലായാലും കോളേജിലായാലും നമുക്ക് എല്ലാവർക്കും അസൈൻമെന്റും റെക്കോർഡും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തരുന്നത്. എന്തിനാണ് തരുന്നത്? നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് ക്ലിയർ ആവാനും അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന സ്പീഡ് ഫാസ്റ്റ് ആക്കുവാനും വേണ്ടിയാണ് മെയിനായിട്ട് റെക്കോർഡും അസൈൻമെന്റുകളും തരുന്നത്. പക്ഷെ അതിനുവേണ്ടി മാത്രമാണോ ഈ അസൈൻമെന്റും അതുപോലെ തന്നെ റെക്കോർഡും നമുക്ക് തരുന്നത്? അല്ല, നമുക്ക് ഈ അസൈൻമെന്റും അതുപോലെ തന്നെ റെക്കോർഡൊക്കെ നമ്മൾ റിസർച്ച് ചെയ്ത് എഴുതുവാൻ വേണ്ടിയാണ് നമുക്ക് തരുന്നത്. അതിൽ കൂടി നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ഒരു ടോപ്പിക്കിന് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നോ അത്രത്തോളം നമ്മളുടെ തലയിലോട്ട് അത് കയറുവാനും ചാൻസ് ഉണ്ട്. സോ നമ്മൾ സ്വന്തമായിട്ട് അസൈൻമെന്റുകൾ എഴുതുവാൻ വേണ്ടി നോക്കുക. എൻ്റെ വീഡിയോ ഇപ്പോൾ എന്തായാലും എക്സാം ടൈമിലുള്ള ആൾക്കാരായിരിക്കും കാണുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ അസൈൻമെൻറ്റുകൾ എഴുതിയത് വേറൊരാൾ എഴുതിയത് കോപ്പി അടിച്ചായിരിക്കും. സോ ഇനിയെങ്കിലും നിങ്ങൾ മുൻപോട്ട് പോകും തോറും നിങ്ങളുടെ അസൈൻമെൻറ്റും റെക്കോർഡും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുവാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാനൊരു കമൻറ്റ് കണ്ടത്, പഠിക്കുന്നതൊക്കെ മറന്നു പോവുകയാണ്, എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും തലയിൽ കയറുന്നില്ല എന്നൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. സോ ഇങ്ങനെ നമ്മൾ മറന്നു പോകാൻ കാരണം നമ്മൾ അതൊരു കാണാപ്പാഠമായിട്ടാണ് പഠിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കിയല്ല പഠിക്കുന്നത്. നമ്മളത് ആർക്കോ വേണ്ടി പഠിക്കുന്നു, ആർക്കോ വേണ്ടി എക്സാം എഴുതുന്നു. ആ ഒരു രീതിയാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. സോ നിങ്ങൾ അത് മനസ്സിലാക്കി പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ നമ്മൾ കാണാപ്പാഠം
കാണാപ്പാഠമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പഠിച്ച കാര്യം നാളെ എന്തായാലും മറന്നുപോകും. സോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. എങ്ങനെ മനസ്സിലാക്കി പഠിക്കണം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവോ? ഇല്ല. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് പഠിക്കുവാനുള്ളത് ആ സബ്ജക്റ്റ് എടുത്തതിന് ശേഷം അതിൽ ഒരു പോർഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിനെ ഒരു 2-3 പ്രാവശ്യം വായിക്കുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ മലയാളം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏത് ലാംഗ്വേജ് ആണോ ആ ലാംഗ്വേജിൽ നിങ്ങൾ തിങ്ക് ചെയ്യുക. ഇതെന്തോന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഇന്നതാണ്. അങ്ങനെ നമ്മൾ അതിനെ മനസ്സിലാക്കുക. നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു സ്റ്റോറി പോലെ പഠിക്കുക. ഇങ്ങനെ പഠിക്കുന്നതിലൂടെ നമ്മൾ അത് ഒരിക്കലും മറക്കത്തില്ല. ഇപ്പോൾ വലിയ വലിയ പാരഗ്രാഫുകൾ നമുക്ക് ഇങ്ങനെ പഠിക്കുവാനുണ്ടെങ്കിൽ നമ്മൾ അതൊരു സ്റ്റോറി പോലെ പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ നമ്മൾ അതൊരിക്കലും മറക്കത്തില്ല. കാരണം നമ്മൾ കഥ പോലെ നമ്മളിപ്പോൾ ഒരു ടഫായിട്ടുള്ള കാര്യം എന്തെങ്കിലും നമുക്ക് ഒട്ടും തലയിലിരിക്കാത്ത കാര്യമാണെങ്കിൽ നമ്മൾ അതിനെ കഥ രൂപേണ പഠിക്കുക. എങ്കിൽ മാത്രമേ അത് നമ്മുടെ തലയിലോട്ട് കയറത്തുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറച്ച് പേരുടെ കമൻറ്റുകൾ കണ്ടായിരുന്നു, അതിന് നമ്മൾ റിപ്ലൈ കൊടുത്തതാണ്. സോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ഈ വരുന്ന ബുധനാഴ്ച, ബുധൻ മീൻസ് 19-ാം തീയതി നമ്മളൊരു ലൈവ് വരുന്നതാണ്. അതിൽ നിങ്ങൾക്ക് എന്ത് വേണോ ചോദിക്കാം. നിങ്ങൾക്ക് എക്സാമിനെ പറ്റിയുള്ള എന്ത് വേണോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ഇടുക. അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ചും ഞാൻ പറയുന്നതായിരിക്കും. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കുക, ഹെൽത്ത് നോക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കുക.